ഹരി ഓം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. നമ്മൾ ചൊല്ലുന്ന നാമങ്ങൾ 95 96. 95 96. അനന്തോ ഹുതഭുക് ഭോക്ത സുഗതോ നൈകജോഗ്രജ അനിർവിണ്ണ സദാമർഷി ലോകാധിഷ്ഠാനം അത്ഭുത സനാത് സനാതനതമ കപില കപിരവ്യയ സ്വസ്തിദ സ്വസ്തികൃത് സ്വസ്തി സ്വസ്തി ഭുക് സ്വസ്തി ദക്ഷിണ. ഇന്നത്തെ നാമം നമ്മൾ എടുക്കുന്നത് 886 നാമം. പുതിയ ശ്ലോകമാണ്. 886 നാമം. ഇതിൽ ഈ ശ്ലോകത്തിലുള്ള ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുകയായിരുന്നു. ശ്ലോകത്തിലുള്ള 10 നാമങ്ങളും ഈ ശ്ലോകത്തിലും 10 നാമങ്ങളാണല്ലോ. ഈ 10 നാമങ്ങളും തന്നെ നമ്മൾ പല പ്രാവശ്യമായിട്ട് പല ദിക്കുകളിൽ കണ്ടിട്ടുള്ള നാമങ്ങളാണ്. അതിൻ്റെ അർത്ഥങ്ങളുള്ള അതേ നാമങ്ങളാണ്. അപ്പോൾ പ്രത്യേകിച്ച് അതിനൊരു വ്യാഖ്യാനം വേണ്ട. എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെറിയൊരു ടച്ചപ്പോ അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് ടച്ചൊക്കെ കൊടുത്തു വിട്ടാൽ നമുക്ക് മതിയാവും. ചെറിയൊരു മേക്കപ്പ് മതിയാവും ചില ദിക്കിൽ. എല്ലാ ദിക്കിലൊന്നും ആവശ്യമില്ല, എല്ലാ ശ്ലോകത്തിനൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും. കാരണം നമ്മൾ അത്ര വിപുലമായിട്ടുള്ള വ്യാഖ്യാനത്തോടു കൂടി നമ്മൾ പണ്ട് ഈ നാമങ്ങൾ വന്നപ്പോൾ വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ വേണമെങ്കിൽ പറയാം, റെപ്പിറ്റേറ്റീവാണ്. അപ്പോൾ അതൊന്ന് ഏതായാലും ശ്രദ്ധ വിടണ്ട. ശ്രദ്ധയോടുകൂടി നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടുത്ത നാമം, ആദ്യത്തെ നാമം ഈ ശ്ലോകത്തിൽ 886 അനന്ത. അനന്ത മീൻസ് അവസാനമില്ലാത്തവൻ എന്നർത്ഥം, അന്തം ഇല്ലാത്തവൻ. മലയാളത്തിൽ നമ്മൾ പറയണ അന്തമില്ലാത്തവൻ എന്നുള്ള അർത്ഥമല്ല അത്. അവസാനമില്ലാത്തവൻ, എൻഡ്ലെസ്. മനസ്സിലായില്ലേ? ബിഗിനിങ് ലെസ് ആണെങ്കിൽ നാച്ചുറലി എൻഡ്ലെസ് ആവുമല്ലോ. സർവവ്യാപി, ദേശകാല എന്നിവയാൽ ക്ലിപ്തപ്പെടാത്തവൻ, തീർച്ചയായിട്ടും അനാദി മധ്യാന്തം അനന്തരൂപം എന്നാണ് ഉപനിഷത്ത് പറയാം. അനാദി മധ്യാന്തം അനന്തരൂപം. ആദിയില്ല, മധ്യമില്ല, അന്തമില്ല. അതുകൊണ്ട് കാരണം എന്താ? സർവവ്യാപിയായിട്ട് ദേശകാലത്തിനപ്പുറത്തായിട്ട് കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം, ലിബറേറ്റഡ് ഫ്രം എവറിത്തിങ്. ഒരു ബോണ്ടേജും ഇല്ല, ഒരു രീതിയിലുള്ള ബോണ്ടേജ് ഇല്ല. ത്രികാലങ്ങളുടെ ബോണ്ടേജ് ഇല്ല, സത്വരജോ തമോ ഗുണങ്ങളുടെ ബോണ്ടേജ് ഇല്ല, സമയത്തിൻ്റെ ബോണ്ടേജ് ഇല്ല, കാലത്തിൻ്റെ ബോണ്ടേജ് ഇല്ല, വ്യക്തികളോടുള്ള ബോണ്ടേജ് ഇല്ല, ചുറ്റുപാടുള്ള സംഭവിക്കുന്ന കാര്യങ്ങളോടൊരു ഒരു ഒരു അറ്റാച്ച്മെൻറ്റോ ഇല്ലെങ്കിൽ അതൊന്നുമില്ല. ഒന്നിനും ഒരു പരിധിയില്ലാത്തൊരു പരിമിതി ഇല്ലാത്ത ഒരു ഒരു എന്താ പറയുക പ്രസ്ഥാനമായതുകൊണ്ട് അതിനെ അനന്ത എന്ന് പറയുന്നു. കണ്ടതാണ്, ഒരുപാട് പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. പ്രത്യക്ഷമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം ഒന്നും വേണ്ട, എവിടെ നോക്കിയാൽ മതി. ഒന്ന് നോക്കൂ, എവിടെ നോക്കിയാൽ മതി. റൂഫല്ല ഞാൻ പറഞ്ഞു, നമ്മുടെ വീടിൻ്റെ റൂഫല്ല, ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് മേപ്പിട്ട് നോക്കുക. ആകാശം, സ്പേസ്.
അതിൻ്റെ തുടക്കം എവിടെയാ? 4 പുറം നോക്കിക്കോളൂ. തുടക്കം പറഞ്ഞെന്നാൽ കൊള്ളാം. മധ്യം എവിടെയാ? അവസാനം എവിടെയാ? നമുക്കിവിടെ കാണുമ്പോൾ അവസാനം ഇത് ആ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്താന്ന് തോന്നും. ആ ബിൽഡിങ്ങിൻ്റെ അവിടെ പോയാൽ അത് പിന്നെ അങ്ങോട്ട് പോകും. ഹൊറൈസൺ ഈസ് ഫാർദർ ദാൻ വിഷൻ എന്ന് പറയില്ലേ. കടലിൻ്റെ അറ്റം പിടിച്ച് നോക്കിയാൽ ഒരു ഹൊറൈസൺ കാണാം. പക്ഷെ അവിടെ ചെന്ന് നോക്കൂ, പിന്നെ അപ്പുറത്തേക്ക് അത്രയുണ്ട്. അപ്പോൾ ആകാശത്തിൻ്റെ തുടക്കം എവിടെ, മധ്യം എവിടെ, അന്ത്യം എവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല നമുക്ക്. പ്രത്യക്ഷമായിട്ടുള്ളൊരു സാക്ഷിയാണത്. പ്രത്യക്ഷം ബ്രഹ്മ എന്ന് പറയുന്നത് ഇതാണ്. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയാണ് നമുക്ക്. നോക്ക്, എൻ്റെ ആദ്യം കണ്ടുപിടിക്കുക, എൻ്റെ മദ്യം കണ്ടുപിടിക്കുക, എൻ്റെ അവസാനം കണ്ടുപിടിക്കുക, എവിടെയാ? അപ്പം ആകാശത്തിനേക്കാൾ മഹത്തായിട്ടുള്ളതാണ് ബ്രഹ്മം. കാരണം ബ്രഹ്മത്തിൽ നിന്നാണ് ആകാശം ഉണ്ടായത്. അപ്പോൾ അതിനേക്കാൾ കേമനാവണ്ടേ ബ്രഹ്മം. അപ്പോൾ ഈ ആകാശത്തിന് തന്നെ ആദ്യം അവസാനവും മധ്യമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ബ്രഹ്മത്തിന് എവിടെ ഉണ്ടാവുക? അതുകൊണ്ടാണ് അനന്ത എന്ന് പറയാൻ കാരണം. എല്ലാ അതിർത്തികളും മനുഷ്യൻ്റെ മനസ്സിൽ നിന്നുണ്ടാവുന്ന സൃഷ്ടിയാണ് അല്ലേ? എല്ലാ അതിർത്തികളും, എല്ലാ വരമ്പുകളും ഞാൻ നീ എന്നുള്ള ഭേദഭാവം കൊണ്ടുണ്ടാകുന്നതാണ്. അഹങ്കാരമോഹാരം കൊണ്ടുണ്ടാകുന്നതാണ് ഈ അതിർത്തികളെല്ലാം. രാഷ്ട്രത്തിൻ്റെ അതിർത്തി ആയാലും ശരി കൊള്ളാം, രാജ്യത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ അതിർത്തി ആയാലും കൊള്ളാം, ഡിസ്ട്രിക്റ്റിൻ്റെ അതിർത്തി ആയാലും കൊള്ളാം, വില്ലേജിൻ്റെ അതിർത്തി ആയാലും കൊള്ളാം, വീടിൻ്റെ അതിർത്തി ആയാലും കൊള്ളാം, വ്യക്തികളുടെ അതിർത്തി ആയാലും കൊള്ളാം. എല്ലാ അതിർത്തികളും എല്ലാം നിശ്ചയിച്ചിരിക്കുന്നത് എന്നെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്ന് പറയും. അത് കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് എന്നെയും എൻ്റെ വീട്ടുകാരെയൊക്കെ കൂടി പുലർത്തുമ്പോൾ ഞങ്ങളുടെ എന്ന് പറയും. അപ്പം എൻ്റെ എന്നുള്ളത് മാറിയിട്ട് ഞങ്ങളുടെ എന്നാവും. കുറച്ചും കൂടി വട്ടം വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്നാവും. പിന്നെയും കുറച്ച് വട്ടം കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ എന്നാവും. അത്രയുള്ള വ്യത്യാസം. ആ ഡേ എന്നാണ് അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? ഭാവഭേദമാണ്. ഭേദഭാവന സോഹം ഇത്യസൗ. ഭേദഭാവനെക്കാട്ടിലും ഞാനാണ് അത് മനസ്സിലാക്കലാണെന്നാണ് രമണമഹർഷി പറയണത്. വേറൊരു കോണ്ടെക്സ്റ്റിൽ അങ്ങോട്ട് നമുക്ക് പോകണ്ട. ഞാൻ ശ്ലോകം ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഭേദഭാവന സോഹമിത്യസൗ. ഭേദഭാവനേക്കാൾ, രണ്ടും രണ്ടാണ് എന്നുള്ള ഭാവത്തേക്കാൾ എത്രയോ ഉന്നതമായിട്ടുള്ളതാണ് ഒന്നാണ് എന്നുള്ള ഭാവം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് പരിമിതികളൊന്നും ഇല്ലാണ്ടിരിക്കുന്നത്. കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം. അങ്ങനെ വരുമ്പോഴാണ് അനന്തനാണ്. അതില്ലാണ്ട് വരുമ്പോഴാണ് ആദ്യവും അന്ത്യമൊക്കെ ഉണ്ടാവുന്നത്. അവിടുത്തെ മുള്ളുവേലി, ഇവിടുത്തെ മതിൽ, അവിടുത്തെ എന്താ പറയുക യഥ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തർക്കവും വാശി വൈരാഗ്യം ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഭഗവാന്റെ റലമ്പിൽ അതൊന്നുമില്ല. അതുകൊണ്ട് അനന്ത. മനസ്സിലായില്ലേ? അടുത്ത നാമം ഹുതബുക്ക്. ഹുതബുക്ക് എന്നുള്ള ഇന്നലെ കണ്ട നാമം നമ്മൾ. അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, വെറുതെ വായിച്ചു പോയാൽ മതി. ഇന്നലെ 879 നാമാണത്. ഇന്നലെ പറയാൻ എനിക്ക് നമ്പർ എത്ര ഓർമ്മയുണ്ടാവുന്നത്. 879 ആവർത്തനമാണ്, വെറും ആവർത്തനം. ഹുതബുക്ക്, ഹവിസ്സുകളെ ഭക്ഷിക്കുന്നവൻ എന്നർത്ഥം. യാഗത്തിലും യോഗത്തിലും യാഗയജ്ഞാദികളിൽ ഭക്ഷിക്കുന്നവൻ. അത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. 888 ഭോക്ത. ഭോക്ത എന്ന് വെച്ചെങ്കിൽ ഭോക്താവ്, ഭുജിക്കുന്നവൻ, കൺസ്യൂമർ. കർത്തൃത്വം ആൻഡ് ഭോക്തൃത്വം. ഭഗവാൻ എങ്ങനെയാണ് ഭോക്തനാവണം? ഇപ്പം തന്നെയല്ലേ പറഞ്ഞാൽ ഒന്നുമില്ല ഭഗവാനില്ല. പക്ഷേ ഭഗവാൻ ജീവാത്മാവായി ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ ഭഗവാൻ തന്നെയല്ലേ ആ കഥാപാത്രം അവതരിപ്പിക്കുന്നത്. ഞാനല്ലാണ്ട് വേറൊന്നും ഈ ലോകത്തില്ല എന്നുണ്ടല്ലോ. പിന്നെ അതിനെ ജീവാത്മാവ് വേറെ? ജീവാത്മാവ് ഞാൻ തന്നെയാടോ. അതിൻ്റെ മോട്ടീവ് ഫോഴ്സ് ഞാൻ തന്നെയാണ്. സൂത്ര മണിഗണേയുവ, എല്ലാ ജീവാത്മാക്കളെ കൂടി ഓടിയിരിക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ തന്നെയാണ്, എനിക്ക് വേറെ അസ്തിത്വമൊന്നുമില്ല.
എൻ്റെ അസ്തിത്വം തന്നെ എനിക്കും അസ്തിത്വമുള്ളൂ. അപ്പോൾ ജീവാത്മാവെന്ന് പറഞ്ഞിട്ട് വെറുതെ കോളർ പൊക്കൊന്നും വേണ്ട. ഞാൻ തന്നെയാണ് തൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ ജീവാത്മാവായി ആ കഥാപാത്രത്തെ ഭഗവാൻ ഈ പരബ്രഹ്മസ്വരൂപം ഭഗവാന്റെ രൂപത്തിൽ അങ്ങനെ ആ ശക്തിയിൽ ജീവാത്മാവായിട്ട് പരമാത്മാവ് ജീവാത്മാവായി അഭിനയിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, മരത്തിൻ്റെ മുകളിലെ 2 പക്ഷികളെ നമ്മൾ വായിച്ചിട്ടില്ലേ? ഒന്ന് കർമ്മഫലം അനുഭവിക്കുന്നു, ഒന്ന് അനുഭവിക്കാത്തത്. ആ ചിത്രീകരണം തന്നെയാണ് അവിടെ. ഒന്ന് ജീവാത്മാവ്, ഒന്ന് പരമാത്മാവ്. പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ വെറുതെ ഒന്ന് ജീവാത്മാവായിട്ടൊന്ന് അഭിനയിക്കാൻ തോന്നി, ജീവാത്മാവായിട്ട് അഭിനയിച്ചു. അപ്പോൾ പ്രാരബ്ധവശാത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ശരീരം, മനസ്സ്, ബുദ്ധി ഇവയൊക്കെ ഒന്ന് ചേഷ്ടിപ്പിച്ച് ഒന്ന് എന്തൂസ് ചെയ്ത് ഒന്ന് എനർജൈസ് ചെയ്തിട്ട് സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി ഇല്ലേ? കാരണം ഇന്ദ്രിയങ്ങൾ എപ്പോഴാണോ ഇന്ദ്രിയ വിഷയങ്ങളിൽ കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പോഴാണ് സുഖവും ദുഃഖം ഉണ്ടാകുന്നത്. അത് ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിച്ചു ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് പോകാൻ. കാരണം എന്താ? ഇന്ദ്രിയ വിഷയങ്ങൾ വളരെ ഫോഴ്സ്ഫുള്ളാണ്. ഇന്ദ്രിയങ്ങളെ ആകർഷിക്കവർ. ഇന്ദ്രിയസ്യ അർത്ഥേ രാഗദ്വേഷവും വ്യവസ്ഥിതവും. എനിക്കത് വേണ്ട, എനിക്കത് വേണം. ഇത് ഇന്ദ്രിയങ്ങൾക്കുള്ളൊരു ദോഷമാണ്. ഇന്ദ്രിയ വിഷയങ്ങളോട് ഇന്ദ്രിയങ്ങൾക്കുള്ളൊരു വീക്ക്നെസ്സാണ്. ചിലത് വേണം, ചിലത് വേണ്ട. ചിലതിനോട് രാഗം, ചിലതിനോട് ദ്വേഷം, അല്ലേ? അത് എവിടുന്ന പുറപ്പെടണ? മനുഷ്യ മനസ്സിന്ന്. രാഗവും ദ്വേഷമൊക്കെ എവിടുന്ന പുറപ്പെടണ? മനസ്സിന്നല്ലേ, ശരീരത്തിൽ നിന്നല്ലല്ലോ. അപ്പോൾ മനസ്സിൽ ഭഗവാൻ കയറിയിരുന്ന് സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ട എന്ന് പറഞ്ഞ പോലെ ആ ജീവാത്മാവായി അഭിനയിക്കുകയാണ് ഭഗവാന് യാതൊരു പ്രശ്നവുമില്ല, അഭിനയിക്കുകയാണ്. കഥാപാത്രം എന്ത് നീചവേഷം കിട്ടിയാലും എന്താ പറയുക, ആക്ടർക്കൊരു കുഴപ്പമില്ലല്ലോ, നടനൊരു കുഴപ്പമില്ലല്ലോ. നടനല്ലല്ലോ ദുഃഖം ആർക്കാ? ആ റോൾ ആക്ട് ചെയ്യുന്നവനാണ് ദുഃഖം, അവനാണ് ദുഃഖം. അപ്പോൾ ആ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. ആരനുഭവിക്കുന്നത്? ജീവാത്മാവ്. മനസ്സും ബുദ്ധിയും അഹങ്കാരവും തമ്മിത്തല്ലുമായിട്ട് ഇങ്ങനെ പോണു. തുടക്കത്തിൽ ഏതാണ്ട് 100 ചില്ലാനം ശ്ലോകത്തിന് മുമ്പൊക്കെ നമ്മൾ ഒരു 2-3 വാക്കുകൾ കണ്ടിട്ടുണ്ട്. ഭ്രാജിഷ്ണുർഭോജനം ഭോക്ത. ഓർമ്മയുണ്ടോ? ഭ്രാജിഷ്ണുർ ഭോജനം ഭോക്ത. ഭുജിക്കുന്നവൻ. ഭഗവാൻ തന്നെയാണ് ഭുജിക്കുന്നവൻ എന്ന് പറയുന്നത്. പുരുഷൻ, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ പുരുഷൻ പ്രകൃതിയിൽ സ്ഥിതി ചെയ്ത്, മനസ്സിലായില്ലേ? പരമാത്മാവ് ജീവാത്മാവിലായി പ്രകൃതിയിൽ ഉണ്ടായ ഗുണങ്ങളെ ഭുജിക്കുന്നു. ഇന്ദ്രിയങ്ങളിലും ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഗുണങ്ങളെ അത് ഭുജിക്കുന്നു. വളരെ സ്പഷ്ടമായിട്ട് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. പുരുഷ പ്രകൃതിസ്ഥോഹി. പ്രകൃതിയിൽ സ്ഥിതി ചെയ്ത് പുരുഷൻ ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ. ഭുങ്ക്തേ ഭുജിക്കുന്നു. എന്ത്? പ്രകൃതിജാൻ, പ്രകൃതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഗുണങ്ങൾ, റിസൾട്ടുകൾ, അനുഭവങ്ങൾ ഭുജിക്കുന്നു. ഭുങ്ക്തേ. പ്രകൃതിസ്ഥൻ പ്രകൃതിജ ഗുണമേൽക്കുന്നു പുരുഷൻ. പ്രകൃതിസ്ഥൻ പുരുഷ പ്രകൃതിസ്ഥോഹി. പുരുഷൻ പ്രകൃതിയിൽ സ്ഥിതി ചെയ്ത് ഭുങ്ക്തേ ഭുജിക്കുന്നു. എന്ത്? പ്രകൃതിജാൻ ഗുണാൻ. പ്രകൃതിസ്ഥാൻ പ്രകൃതി ഉണ്ടാക്കുന്ന ഗുണം ഏൽക്കുന്നു പുരുഷൻ. പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന ഗുണങ്ങൾ പ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന പുരുഷൻ അനുഭവിക്കുന്നു. ഒരു രാജാവ് വേഷം മാറിയിട്ട് സാധാരണക്കാരുടെ വീട്ടിൽ വന്ന് ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ട്, അവരുടെ ജീവിത ചിട്ട എങ്ങനെയാണ്, ജീവിത രീതി എങ്ങനെയാണ് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സദ്ഭരണം കാഴ്ചവെക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു രാജാവ്
ഒരു വേഷം മാറി പുറപ്പെട്ടു നോക്കി. അങ്ങനെയൊക്കെ പണ്ട് കഥകളിൽ കേട്ടിട്ടില്ലേ നമ്മൾ? ശക്തൻ തമ്പുരാനെ അങ്ങനെ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുക. ഭോജൻ, ശക്തൻ, ഇവരൊക്കെ അങ്ങനെ വേഷം മാറി നടക്കാറുണ്ട് അത്രേ. ഇപ്പോഴത്തെ മന്ത്രിമാരും ചിലപ്പോൾ ഒക്കെ വേഷം മാറി നടക്കേണ്ട അവസ്ഥയാണ്. പക്ഷെ അവർ ഇതിനല്ല വേഷം മാറുന്നത്. അപ്പോൾ രാജാവ് വേഷം മാറി സാധാരണക്കാരൻ്റെ വീട്ടിൽ ചെന്നു. വൈകുന്നേരം എത്തി. ആ ഗൃഹസ്ഥൻ അവിടെ ഇരിക്കേണ്ട. ആരാ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു വഴിപോക്കനാണ്, സന്ധ്യയായി, ഇനിയിപ്പോൾ യാത്രയൊക്കെ ക്ലേശമാവും, ഇവിടെ രാത്രി ഒന്ന് തങ്ങിയാൽ കൊള്ളാം എന്ന് വളരെ കേണപേക്ഷിച്ച് പറഞ്ഞപ്പോൾ ഒരു ആഢ്യൻ ഗൃഹസ്ഥനാണ്. ഓ ആയിക്കോട്ടെ, കയറി ഇരിക്കുമോ? അമ്മൂട്ടിയെ കിണ്ടി വെള്ളം എടുക്കുമോ? കാലൊക്കെ കഴുകി ഇരുന്നു സംസാരിച്ച് എവിടുന്നാ വരണ. രാജാവ് കഥ പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എവിടുന്നാ വരണ എന്നൊക്കെ പറഞ്ഞു. ഇരിക്കുമോ? എങ്ങടാ പോണ? നഗലിക്കാ പോണ. ഓ, കുറേ വഴിയുണ്ടല്ലോ ഇവിടുന്ന്, നാളെ കാലത്ത് പോവാം. ആ അതെ, അതന്നെയാണ് ഉദ്ദേശിച്ചത്, കാലത്ത് പോവാം. അന്ന് അവിടെ കൂടാം. ആ അമ്മൂട്ടി, ഒരാളും കൂടി ഉണ്ട് ഉണ്ണി കേട്ടോ അത്താഴത്തിന്. ഓ ഓ ആയിക്കോട്ടെ. പൂജാവിധികളൊക്കെ രാത്രി നാമജപമൊക്കെ കഴിഞ്ഞ് സന്ധ്യയ്ക്ക് ഉണയിക്കായിരുന്നു. പാലൊക്കെ ഇട്ടിട്ടുണ്ടിരുന്നു. ഉണയിച്ചു. എന്താ കൂട്ടാൻ? ഉച്ചയ്ക്ക് വെച്ച മത്തങ്ങ പുളിങ്കറി ഉണ്ട്. ഓ ഓ, ചോറോ? ഉച്ചയ്ക്ക് വെച്ച ചോറ് കുറച്ച് ബാക്കിയുണ്ട്. ചപ്പാത്തി ഇല്ലേ? സലാഡില്ലേ? സൂപ്പില്ലേ? ഡെസേർട്ടില്ലേ? എല്ലാം കൂടിയിട്ട് തന്നെയാണ്. പുളിങ്കറിയാണ് ഡെസേർട്ടും സൂപ്പും പലഹാരവും ഒക്കെ. 2 നേരം വയറ് നിറച്ച് ഉണ്ണണ ഗൃഹസ്ഥന്മാരവർ. അതുണ്ട് ബാക്കി, അത് കൊടുത്തു. രാജാവാണ് ഈ സുഖമായിട്ട് കഴിച്ചത്. അല്ല, നല്ല ചൂടുള്ള മുത്തങ്ങയൊക്കെ ഇട്ട ചുക്കള്ളവും കുടിച്ച് ഓന്ന് തേട്ടി അങ്ങോട്ട് ആസ്വദിച്ചു. രാജാവിൻ്റെ ഭക്ഷണമാണോ അത്? അല്ല. അവിടെ എന്താ ഉണ്ടായത്? രാജാവ് ഒരു ആം ആദ്മി വീട്ടിൽ വേഷം കെട്ടി അവരായിട്ട് ചേർന്ന് അവരിൽ നിന്നുണ്ടായ എന്താ പറയുക, ഭക്ഷണ പദാർത്ഥങ്ങൾ രുചിച്ചു, ഭുജിച്ചു. ഭുങ്തേ പുരുഷ പ്രകൃതിസ്തോഹി. രാജാവായിരിക്കുന്ന പുരുഷൻ പ്രകൃതിയായിരിക്കുന്ന ഗൃഹസ്ഥൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് ഇരുന്നും കൊണ്ട് ഭുങ്തേ പ്രകൃതിജാൻ ഗുണാൻ, പ്രകൃതി ഉണ്ടാക്കുന്ന ഭക്ഷണം ഭുങ്തേ ഭക്ഷിച്ചു. മനസ്സിലായില്ലേ? അതാണ് ഭോക്ത. ഭഗവാൻ ഭോക്തയാവുന്നത് അങ്ങനെയാണ്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അടുത്ത നാമം സുഖത. സുഖത എന്ന് വെച്ചെങ്കിൽ സുഖപ്രദാനം ചെയ്യുന്നവൻ, സുഖം നശിപ്പിക്കുന്നവൻ, രണ്ടർത്ഥമുണ്ട്. ഓപ്പോസിറ്റ് മീനിങ്. അതും കണ്ടതാണ് നമ്മൾ പല പ്രാവശ്യം കണ്ട. സുഖം നൽകുന്നവൻ, സുഖം നശിപ്പിക്കുന്നവൻ, അല്ലേ? ഭൗതിക സുഖങ്ങളും കർമാനുസരണം നൽകുന്നത് സുഖം തന്നെയാണ്, അല്ലേ? കർത്തൃജ്ഞയാ പ്രാപ്യതേ ഫലം. നമ്മളിന്ന് അനുഭവിക്കുന്ന എല്ലാ സമ്പത്തുകളും ഗുണങ്ങളും സുഖങ്ങളും എല്ലാം ഭഗവാനിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. എങ്ങനെ? നമ്മളൊരു പ്രത്യേക പരിഗണന ഉണ്ടായിട്ടൊന്നുമല്ല ഭഗവാന്. ഇയാൾ എൻ്റെ നാട്ടുകാരനാട്ടോ, ഒരു പരിഹാരനാ, കുറച്ച് കൂടുതൽ എന്തെങ്കിലും കൊടുക്കുക, അങ്ങനെയൊന്നുമില്ല ഭഗവാന്. എൻ്റെ കർമ്മഫലം അനുസരിച്ചിട്ട് വേണ്ട സമയത്ത് വേണ്ടത് ഞാൻ തരുന്നു. ഐ എം ഡിസ്പെൻസിങ് ജസ്റ്റിസ്. ഭൗതികമായിട്ടുള്ള ക്ഷണികമായിട്ടുള്ള സുഖം പോലും ഞാനതായിരുന്നു. അതുകൊണ്ടാണ് സുഖം നമുക്ക് ക്ഷണികമായിട്ട് തോന്നുന്നത്. വളരെ ക്ഷണികമാണ് സുഖം. ഇതാ വരും, ഇതാ പോവും. സുഖത്തിനപ്പുറം ദുഃഖം, ദുഃഖത്തിനപ്പുറം സുഖം. ഇത് രണ്ടും കൈവിടണം നിത്യസൗഖ്യം ലഭിപ്പവൻ. നിത്യസുഖം വേണോ? ഇത് രണ്ടും വിടണം. സുഖവും വേണ്ട, ദുഃഖവും വേണ്ട. ഇത് രണ്ടും അനിത്യങ്ങളാണ്. അനിത്യങ്ങൾ വരും പോകും, പൊറുക്കുക ഭാരത. മാത്ര സ്പർശസ്തു കൗന്തേയ ശീതോഷ്ണ സുഖദുഃഖദ ആഗമാപായിനോ അനിത്യ താം തിരീക്ഷസ്വ ഭാരത. അവ അനിത്യങ്ങൾ വരും പോകും. സുഖവും ദുഃഖമൊക്കെ വരും പോവും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഐ സേ, ജ്ഞാനമില്ലാത്തതിൻ്റെ ദോഷമാണ് അതൊക്കെ. സുഖം അതെ, ദുഃഖം അതെ.
സത്യം എന്താണെന്ന് അറിയാത്ത ദോഷം കൊണ്ടാണ് ഈ സുഖദുഃഖങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഒരാൾ ഓഫീസിൽ പോയിട്ട് അവിടുന്ന് ന്യൂസ് കിട്ടി, എവിടെ മാർക്കറ്റിൽ ഗോഡൗൺ തീ പിടിച്ചു എന്ന്. ഈ അവർക്ക് പറഞ്ഞിട്ടുണ്ട് കഥ, പക്ഷെ മുഴുവൻ കഥ പറഞ്ഞിട്ടില്ല, പകുതി പറഞ്ഞ് വിട്ടേ ഉള്ളൂ. ഗോഡൗൺ തീ പിടിച്ചു എന്നുള്ളൊരു ന്യൂസ് കിട്ടി. ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് ഓടി വന്നു. ഓ, ആകെ പോയി, ഒക്കെ നശിച്ചു. അയാളുടെ ഒരു ഗോഡൗൺ ഉണ്ട് അവിടെ, അത് തീ പിടിച്ചു. ബ്രോഡ്വേയിൽ അയാൾക്കൊരു ഗോഡൗൺ ഉണ്ട്, ആ ബ്രോഡ്വേ മുഴുവൻ തീ പിടിച്ചു എന്ന് പറഞ്ഞു. ബ്രോഡ്വേ എന്ന് വെച്ചാൽ എറണാകുളത്തൊരു സ്ഥലമാണ്, അല്ലാണ്ട് ഇവിടുത്തെ എന്താ പറയുക, മദ്രാസിലെ ബ്രോഡ്വേയും പിക്കാഡില്ലിയിലെ ബ്രോഡ്വേ ഒന്നല്ല, ഞങ്ങളുടെ എറണാകുളത്തുണ്ട് ഒരു ബ്രോഡ്വേ. ആ ബ്രോഡ്വേയിൽ തീ പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ ഒരു ഗോഡൗൺ ഉണ്ട് അവിടെ, അത് തീ പിടിച്ചു, ആ ഏരിയയാണ് തീ പിടിച്ചു പറഞ്ഞപ്പോൾ അയാളാകെ ബോധം കിട്ടിയിട്ടാണ് ഏതാണ്ട് വീട്ടിലേക്ക് എത്തിയത്. ഇവിടെ വന്ന് ആകെ ബഹളം, അയ്യോ തീ പിടിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, മനുഷ്യൻ നിങ്ങൾ ഏത് ഗോഡൗണിൻ്റെ കാര്യം പറയണം? നമ്മുടെ ബസ് എന്താ പറയുക, മേനകയുടെ അടുത്തുള്ള ഒരു ഗോഡൗണുണ്ട്, അവിടെയാണോ തീ പിടിച്ചത്? ആ അതന്നെ, നമ്മുടെ ഗോഡൗണില്ലേ അവിടെ, അതന്നെ. ആ ഗോഡൗൺ തന്നെയാണോ? തീർച്ചയാണോ? അതെ സരോജിനി, തീർച്ചയാണ് അതന്നെയാണ്, ആ ഗോഡൗൺ തന്നെയാണത്. നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് കുറച്ച് ചുക്കളെടുക്കുമോ എന്ന് പറഞ്ഞു ബഹളം കൂട്ടാ വീട്ടിൽ. അപ്പോൾ സരോജിനിയമ്മ പറഞ്ഞു, അതേ അതല്ലേ നമ്മൾ കഴിഞ്ഞ മാസം വിറ്റു എന്ന് പറഞ്ഞത്, വിൽക്കാൻ അറേഞ്ച് ചെയ്ത് ആധാരമൊക്കെ എഴുതിയെന്നല്ലേ പറഞ്ഞത്, നമ്മൾ കൊടുത്തില്ലേ? അത് അഡ്വാൻസൊക്കെ മേടിച്ചില്ലേ? വന്നാൽ അറിയാലോ, തന്നെ മകൻ വന്നാൽ അറിയാലോ, മകനല്ലേ അതൊക്കെ കൈകാര്യം ചെയ്ത് തരണം. പിന്നെ നിങ്ങൾ എന്തിനാ ഈ നിങ്ങളുടെ മുതലല്ലാത്ത നശിച്ചു പോയ കരയാൻ നിൽക്കണം? ഓ അങ്ങനെ, അതല്ല, അയ്യോ സരോജിനി നന്നായി പറഞ്ഞു, ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യം ഉണ്ടായ മനോഭാവം എന്താ? സുഖം അല്ല ദുഃഖം അല്ലേ? ഗോഡൗൺ കത്തി നശിച്ചു, എൻ്റെ ഗോഡൗൺ കത്തി നശിച്ചു. കത്തിയാലല്ല അങ്ങോർക്ക് പ്രശ്നം, തീയിനെയും പേടിയില്ല. എൻ്റെ ഗോഡൗൺ കത്തിയാലാണ് അങ്ങോർക്ക് വിഷമം മുഴുവൻ. അപ്പം എൻ്റെയാണ് അവിടെ, അതാണ് അറിവില്ലായ്മ കൊണ്ട് പറ്റിയത്. എൻ്റെ അല്ല എന്നുള്ള അറിവില്ല, അതുകൊണ്ട് അവിടെ എന്ത് പറ്റി? ദുഃഖം വന്നു. അതെൻ്റെ അല്ല എന്നുള്ളൊരു അറിവ് വന്നപ്പോൾ, ഭാര്യ പറഞ്ഞപ്പോൾ, ഒരാൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ, അത് തൻ്റെ അല്ലടോ, അത് വിറ്റില്ലേ, ആ അഡ്വാൻസ് മേടിച്ച് വിറ്റില്ലേ എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറ്റി? ആ സുഖം സുഖമായിട്ട് മാറി. സുഖത്തിനപ്പുറം ദുഃഖം, ദുഃഖത്തിനപ്പുറം സുഖം. കഥ കഴിഞ്ഞില്ലേ അവിടെ? അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണയ്ക്കാൻ മകൻ കയറി വന്നു, മൂന്നൻ വന്നപ്പോൾ നീ കേട്ടോ എന്താച്ചാ, അതെ നമ്മളാ ഗോഡൗൺ കൊടുത്തില്ലേ, അത് തീപിടിച്ചിരിക്കണു. എത്ര നന്നായി നമ്മൾ കൊടുത്തതല്ലേ. ഏത് ഗോഡൗണെന്ന് വെച്ചാൽ നമ്മുടെ മേനകയുടെ അവിടുത്തെ ഗോഡൗൺ നമ്മൾ കഴിഞ്ഞ മാസം കച്ചവടമാക്കിയില്ലടോ. അതെനിക്കിതൊന്നും ഓർമ്മയില്ലേ. നമ്മുടെ മറ്റേ കപ്പലണ്ടി പണിക്കർക്ക് കൊടുത്തതല്ലേ? കപ്പലണ്ടി പണിക്കർക്ക് കൊടുത്തത് തന്നെ. അതെ അച്ഛാ, എന്താ പറ്റിയപ്പോൾ? എന്താ നീ ഇതേ അച്ഛാന്ന് പറഞ്ഞ? അല്ല, അത് തീരുമാനമായിട്ടില്ല, കരാറൊന്നും ആയിട്ടില്ല. അയാളിപ്പോൾ പ്രൈസിൻ്റെ മുകളിൽ കുറച്ച് പെശങ്ങി നിൽക്കുക, അത് പോയിട്ടില്ല. അപ്പോൾ അത് കരാറായിട്ടില്ലേ? നമ്മുടെ സ്വത്ത് തന്നെയാണ് അപ്പോൾ അത്. അതെ. ആലോചിച്ച് നോക്കൂ ആ മനുഷ്യൻ്റെ ദുഃഖം എങ്ങനെയിട്ട് നമ്മളെ കുരങ്ങി ഏൽപ്പിക്കണം നോക്കൂ. നമ്മുടെ മനസ്സ് എന്തപ്പോൾ ഇവിടെ മാറ്റം ഉണ്ടായത്? ഗോഡൗൺ കത്തിയാൽ മാറ്റം ഉണ്ടായോ? അയാൾ മേടിച്ചതിൽ മാറ്റം ഉണ്ടായോ? എന്തിലെ മാറ്റം വന്നപ്പോൾ? ലോകം എവിടെ മാറിയേ? നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ എത്ര പ്രാവശ്യം മാറി? ആദ്യം ദുഃഖം വന്നു, പിന്നെ സുഖം വന്നു, പിന്നെ ദുഃഖം വന്നു. ഇതെന്തൊക്കെ അതിന് കാരണം? അത് എൻ്റെ ആണെന്ന് എൻ്റെ അല്ല എന്നുള്ളൊരു ഭാവഭേദം. അതുകൊണ്ടാ രമണ മഹർഷി പറഞ്ഞേ, ഭാവഭേദ സൗഭാഗ്യ ഭേദഭാവനാത് എന്ന് പറയാൻ കാരണം ഭേദഭാവം ഇല്ലാണ്ടിരിക്കുക. മനസ്സിലായോ? അപ്പോൾ ആ സുഖം തരുന്നവനും ദുഃഖം തരുന്നവനൊക്കെ ഭഗവാനാണ്. നമ്മുടെ കർമാനുസരണം തരുന്നതൊക്കെ ഭഗവാനാണ്. കളിപ്പിക്കാടയ്ക്ക് ഒരുങ്ങി കളിപ്പിക്കാടയ്ക്ക് എന്താ പറയുക, കുഞ്ചരാമനായിട്ട് ചാടാൻ പറയും, ഓടാൻ പറയും, പലതും ചെയ്യും. മനസ്സിലായോ? ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, സംസാര ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതൊക്കെ ഒന്നും പേടിക്കണ്ട.
പക്ഷെ അതേ സമയത്ത് ധാർമ്മികമായിട്ട് ജീവിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ കുറച്ച് കുറയും. ഭഗവാൻ ഒരു കൈത്താങ്ങ് തരും. നമ്മുടെ ദുഃഖങ്ങളൊക്കെ കുറച്ച് കുറച്ച് തട്ടി നിൽക്കും. മഴ പോലെ വന്നത് മഞ്ഞ് പോലെ ആക്കി വിടും. അവസാനം ഏത് മാർഗത്തിലൂടെ പോയാലും മനുഷ്യന്മാരെ അവർക്ക് അനുചിതമായിട്ടുള്ള മാർഗത്തിലൂടെ, കർമ്മമാർഗമായാലും ശരി, ഭക്തിമാർഗമായാലും ശരി, ജ്ഞാനമാർഗമായാലും ശരി, ഏത് മാർഗത്തിലൂടെയാണോ അവരുടെ മനസ്സിന് അഭികാമ്യം തോന്നുന്നത്, ആ മനസ്സിൽ അഭികാമ്യം തോന്നുന്ന മാർഗം കൂടുതൽ കൂടുതൽ അട്രാക്ഷൻ കൊടുത്ത് ആ മാർഗത്തിലൂടെ ഭഗവാൻ സഞ്ചരിപ്പിക്കാൻ പല വഴികളും നമ്മളെ കൊണ്ട് ചില നേരത്ത് രക്ഷിച്ചിട്ടാവാം, ചില നേരത്ത് ശിക്ഷിച്ചിട്ടാവാം, ചിലപ്പോൾ പേടിച്ചിട്ടാവും. നമ്മൾ ചെയ്യണം എന്തുതന്നെ ആയാലും നമ്മൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള ഏത് ലക്ഷ്യം? ഭഗവാന്റെ പാദങ്ങൾ, വിഷ്ണു പാദത്തിലേക്ക് എത്തണം. എന്നിട്ടോ അവിടുന്ന് വിഷ്ണു പദത്തിലേക്ക് പോകണം. ഫസ്റ്റ് ഹോൾട്ട് വിഷ്ണുപാദം, പിന്നെ അവിടുന്ന് അൾട്ടിമേറ്റ് സ്റ്റോപ്പ് വിഷ്ണുപദം. ഇന്നലെ കണ്ടില്ലേ നമ്മൾ വിഷ്ണുപദം? മനസ്സിലായോ? അപ്പോൾ സുഖവും ദുഃഖവും ഒക്കെ തരുന്നത് ഭഗവാനാണ്. സുഖത, സുഖം കയ്യിൽ നിന്ന് നശിപ്പിച്ചു കളയുന്നതും സുഖം തരുന്നതും ഒക്കെ ഭഗവാൻ തന്നെയാണ്. പാരമാർത്ഥികമായിട്ടുള്ള സുഖം, ആനന്ദം, ബ്രഹ്മാനന്ദം ഒക്കെ ഭഗവാൻ തന്നെയാണ് പ്രദാനം ചെയ്യുന്നത്. അത് ഭഗവാൻ തന്നെയാണ് തരുന്നത്. നമുക്ക് എല്ലാം അങ്ങനെ വിചാരിച്ചാൽ മതി. അതുകൊണ്ടാണ് പറഞ്ഞത് സറണ്ടർ, സറണ്ടർ, സറണ്ടർ. ത്യാഗേന ഏകേന അമൃതത്വമാനശു എന്ന് ഉപനിഷത്തുകൾ എടുത്ത് പറയാൻ കാരണമാണ്. ന കർമ്മണ ന പ്രജയ ധനേന ത്യാഗേന ഏകേന അമൃതത്വമാനശു. ഓക്കെ ഓക്കെ. അടുത്തത് നൈകജ, അനേകജ എന്നർത്ഥം. പല പ്രാവശ്യവും ജനിക്കുന്നവൻ, അനേക സമയത്ത് ജനിക്കുന്നവൻ, ധർമ്മരക്ഷണത്തിന് വേണ്ടി നിരവധി അവതാരങ്ങൾ എടുക്കുന്നവൻ. എപ്പോഴൊക്കെ അവതാരങ്ങൾ എടുക്കുക? വിശപ്പുള്ളക്കൊക്കെ ആഹാരം കഴിക്കും, ഉറക്കം വരുമ്പോഴൊക്കെ ഉറങ്ങും. അതുതന്നെയാണ് ഭഗവാന്റെ പദ്ധതി. എവിടെയാണോ ധർമ്മത്തിന് രക്ഷണം വേണമെന്ന് തോന്നുന്നത് അവിടെയൊക്കെ അവതരിക്കും. ഈ 10 അവതാരങ്ങളോ അത് സ്പെഷ്യൽ, അത് മെഗാ, ബമ്പർ, അതൊക്കെ ഭഗവാന്റെ ബമ്പർ അവതാരങ്ങളാണ്. മറ്റുള്ള ചെറിയ 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 കുട്ടി അവതാരങ്ങൾ എത്ര എണ്ണം വരുന്നു ഒരു ദിവസം, എത്ര എണ്ണം പോണു, എത്ര എണ്ണം വരുന്നു. ചിലത് നമ്മൾ അറിഞ്ഞു വരുന്നു, ചിലത് നമ്മൾ അറിയാതെ വരുന്നു. ഇതിനൊക്കെ നമ്മൾ അവസാനം പറയും, ഒന്നുകിൽ പറയും അത് ഭഗവാന്റെ കൃപയാണ് കേട്ടോ, വേറെ ഒന്നുമല്ല, ഈശ്വരാനുഗ്രഹം തന്നെ, അങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് പറയില്ലേ പണ്ടത്തെ കാരണന്മാർ? ഈശ്വരാനുഗ്രഹം തന്നെയാണ്, അത് അവതാരമാണ്. ഈശ്വരൻ്റെ അനുഗ്രഹം നമ്മളിൽ ചൊരിയുക എന്ന് പറഞ്ഞാൽ അതൊരു അവതാരമാണ്. ആ രൂപത്തിൽ ഭഗവാൻ ഇറങ്ങി വരികയാണ്. മനസ്സിലായോ? അതാണ് നൈകജ. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഇറങ്ങി വരും എന്നർത്ഥം. ഒരു ജന്മമല്ല ഭഗവാൻ എടുക്കുക, ഓരോ അവതാരങ്ങളും ഭഗവാൻ ജന്മം എടുക്കുകയല്ല ചെയ്യുന്നത്. അതാണ് നൈകജ. അഗ്രജ, അഗ്രജ മീൻസ് ഇത് നമ്മൾ കണ്ടതാണ്, ആദിയിലുണ്ടായത്. ആദ്യത്തെ സൃഷ്ടി നടത്തിയത് ആരാ? ഭഗവാനാണ്. അപ്പോൾ ഭഗവാൻ ഈസ് പ്രയർ ടു സൃഷ്ടി. സോ ഹീ ഈസ് ദ ഫസ്റ്റ് മാൻ, ദി പ്രൈമോർഡിയൽ കോസ്, ആദി കാരണം, ദി കോസ്ലെസ് കോസ്, കാരണമില്ലാത്ത കാരണം, പ്രഥമ സൃഷ്ടി നടത്തിയവൻ. അഗ്രജ, ആദ്യമുണ്ടായവൻ അർത്ഥം, ദ ബിഗിനിങ്. അടുത്തത് അനിർവിണ്ണ. അനിർവിണ്ണ എന്ന് വെച്ചാൽ നിരാശയില്ലാത്തവൻ അർത്ഥം. ഇത് നമ്മൾ കണ്ടത്, ആഗ്രഹങ്ങൾ സാധിക്കാത്ത അവസ്ഥയാണ് നിരാശ എന്ന് പറയുന്നത്, അല്ലേ? ഡിസപ്പോയിൻറ്റ്മെൻറ്റ്, ഡിജക്ഷൻ, ഇതൊക്കെയാണ് അനിർവിണ്ണ. ആഗ്രഹങ്ങൾ നശിക്കാത്ത അവസ്ഥയാണ് നിരാശ. നിർവേദ എന്നൊക്കെ പറയുന്നത് നിർവേദ. ഭഗവാൻ അങ്ങനെ ഒരു അവസ്ഥയില്ല, നിർവേദം എന്ന് പറഞ്ഞ അവസ്ഥയില്ല, ഡിസപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞ അവസ്ഥയില്ല. കാരണം അദ്ദേഹം അപ്പോയിൻമെൻ്റ് എടുത്തിട്ടില്ല, പിന്നല്ലേ ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒന്നിനോട് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടില്ല, ഒന്നിൻ്റെ ആവശ്യമില്ല അദ്ദേഹത്തിന്, ഒരാഗ്രഹവും ഇല്ല. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ ആഗ്രഹവും സങ്കല്പവും. ഒരു സങ്കല്പം
സങ്കല്പം ഇസ് ഡിഫറെൻ്റ്, ആഗ്രഹം ഇസ് ഡിഫറെൻറ്റ്. സങ്കല്പത്തിന് അഹങ്കാരം അഹങ്കാരമില്ല, സങ്കല്പിച്ചു അതങ്ങടായി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആഗ്രഹം അങ്ങനെയല്ല. എലിമെൻ്റ് ഓഫ് ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട് അവിടെ ആഗ്രഹങ്ങൾക്ക്. ഡിസപ്പോയിൻമെൻറ്റിന് അതില്ല. അല്ല സോറി, സങ്കല്പങ്ങൾക്ക് അതില്ല. ഭഗവാന് സ്വന്തമായിട്ട് ഒന്നിനും ഒരു കാര്യം ചെയ്യണ്ട. അദ്ദേഹത്തിനൊരു ഡിസയർ ഇല്ല അതിന്. അനവാപ്തം അവാപ്തവ്യം. കിട്ടാത്തതില്ല കിട്ടാനും. അല്ലേ? ഈ കിട്ടാത്തൊന്നുമില്ല അർജുന ലോകത്തിൽ. കിട്ടാനുള്ളതുമില്ല, ഒന്നുമില്ല. കിട്ടാത്തൊരു വസ്തുവില്ല, എനിക്കില്ലാത്തൊരു വസ്തുവില്ല ലോകത്ത് നിന്ന് കിട്ടാൻ. കിട്ടാനായിട്ട് ഇനി വല്ലതും ഉണ്ടോ ലോകത്തിൽ? അതുമില്ല. പിന്നെ ഞാൻ എന്തിനാ? വൈ ഷുഡ് ഐ വറി? വൈ ഷുഡ് യു വറി? എന്തിനാ വറി ചെയ്തിട്ട് കാര്യം? അറിയേണ്ട ഒരു കാര്യമില്ല. അതാണ് അനിർവിണ്ണ. പോരെ? ഇത്രയും പറഞ്ഞാൽ പോരെ? അടുത്തത് സദാമർഷി. സദാമർഷി, സജ്ജനങ്ങളുടെ തെറ്റുകൾ പൊറുക്കുന്നവൻ. സദാമർഷി, അമർഷി, സദാ അമർഷി, നല്ല ജനങ്ങളുടെ തെറ്റുകൾ പൊറുക്കുന്നവൻ. സാധുക്കളോട് ക്ഷമ കാണിക്കുന്നത് ഭഗവാന്റെ സ്വഭാവമാണ്. ഇറ്റ് ഈസ് ഇൻബിൽറ്റ് ക്യാരക്ടർ ഓഫ് ഭഗവാൻ. ഭക്തൻ്റെ ലക്ഷണം തന്നെയാണ്. ദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവച. കാരുണ്യം കാണിക്കണം. താഴ്ന്ന തട്ടിലുള്ളവരോട്, താഴെയുള്ളവരോട് കാരുണ്യം കാണിക്കണം. ഒപ്പമുള്ളവരോട് മൈത്രി, താഴെയുള്ളവരോട് കാരുണ്യം. അതുകൊണ്ടാണ് അദ്വേഷ്ട സർവഭൂതാനം മൈത്ര കരുണയേവച എന്ന് പറയാൻ കാരണം. അപ്പോൾ മുകളിലുള്ളവരോട് ഭക്തി കാണിക്കുന്നത് എങ്ങനെയായിരിക്കണം? ആദ്യം ഒപ്പമുള്ളവരോട് മൈത്രി, താഴെയുള്ളവരോട് കാരുണ്യം. ആ കാരുണ്യത്തിനാണ് സദാമർഷി എന്ന് പറയുന്നത്. എന്തെങ്കിലും അറിയാതെയോ അറിഞ്ഞോ വേണമെന്ന് വിചാരിച്ചോ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുകളിലിരിക്കുന്നവർ പൊറുക്കുക. അജ്ഞാനം കൊണ്ടാണ് ക്ഷമിക്കാൻ പറ്റാത്തത്. അതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ ദുഃഖത്തിൻ്റെ കാര്യമാണ്. അജ്ഞാനമാണ് ക്ഷമിക്കാൻ പറ്റാത്തത്. വിദ്വേഷം, പക, അങ്ങനെയുള്ള വിപരീത ഗുണങ്ങൾ ചെന്ന് മനസ്സിനെ ആവരണം ചെയ്ത് സൽഗുണങ്ങളൊന്നും പുറത്തേക്ക് വരാണ്ട് പുകമറഞ്ഞ് കിടക്കുന്നതാണ് കാരണം. ആ ഗുണങ്ങളൊക്കെ അതിക്രമിച്ചത് കൊണ്ടാണ്, ആ നെഗറ്റീവ് ക്വാളിറ്റീസ് അതിക്രമിച്ചത് കൊണ്ടാണ് നമുക്ക് ആരെയും ക്ഷമിക്കാൻ പറ്റാത്തത്. എല്ലാവരും നമ്മളോട് ക്ഷമിക്കണം. അതിപ്പോൾ ഒരു അബദ്ധം പറ്റിച്ചിട്ട് പുത്രയൊക്കെ പറയണ്ടോ എന്ന് നമ്മൾ ചില അബദ്ധം ചെയ്താൽ ആൾക്കാർ വിവരം പറയുമ്പോൾ നമ്മളുടെ മറുപടി ഇതാണ്. അതിപ്പോൾ ഒരു ചെറിയ അബദ്ധം പറ്റിച്ചിട്ട് ഒന്ന് ക്ഷമിക്കാവുന്നല്ലേ ഉള്ളൂ. തിരിച്ചോ ക്ഷമിക്കുക. ഞാനോ എന്താണോ ക്ഷമിക്കേണ്ടത്? എൻ പിള്ളേരുടെ ഡയലോഗില്ലേ, മറക്കണോ? ഞാൻ എന്താടോ മറക്കേണ്ടത് ചോദിക്കില്ലേ? മറക്കാൻ തയ്യാറില്ല. ഓരോന്നോരോന്നുകൊണ്ട് കാറ്റലോഗ് അഴിച്ചിടും. ഇതാ ഞാൻ മറക്കണ്ടേ, എന്നിട്ടാ ഞാൻ പറഞ്ഞ ക്ഷമിക്കണമെന്ന്. ഞാനാവണ്ടേ ഇത്രയ്ക്ക് നിന്നു, ഇല്ലെങ്കിൽ ഇത് എന്നോ കഴിയേണ്ട കേസാ. വിടില്ല. സദാമർഷി അല്ല എന്നർത്ഥം. ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ യാതൊരു കുഴപ്പമില്ല. എത്ര പറഞ്ഞ വാഗ്ദാനം കൊടുത്ത തെറ്റുകളൊക്കെ ശിശുപാലിനോട് 100 കല്ല് മാറ്റി വെച്ചില്ലേ? 100 എണ്ണം. 100 മീൻസ് 100 ഒരുപാടെന്നർത്ഥം. ഒരു ഇറ്റ്സ് ഫിഗറേറ്റീവ് 100. അപ്പോൾ അതാണ് സദാമർഷി. അടുത്ത നാമം ലോകാധിഷ്ഠാനം. ലോകാധിഷ്ഠാനം എന്ന് വെച്ചെങ്കിൽ ബ്രഹ്മാണ്ടത്തിൻ്റെ അടിസ്ഥാനമായവൻ എന്നർത്ഥം. ബേസിക് സബ്സ്ട്രാറ്റം, നിലനിൽപ്പ്. ഇതിൻ്റെ നിലനിൽപ്പാണ് ഈ പ്രപഞ്ചത്തിലെന്ന് പറഞ്ഞാൽ, ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം ഒതുങ്ങി. പുറമേ കാണുന്നത് ബാഹ്യ വസ്തുക്കൾ മാത്രമല്ല. നദികൾ, പുഴകൾ, സമുദ്രങ്ങൾ, ആകാശം, ഭൂമി, ഈ കാണുന്ന ഇലക്ട്രിക് പോസ്റ്റ്, വയറ്, ബിൽഡിങ്, ഇതൊന്നുമല്ല. ഇതൊക്കെ അടങ്ങി. ഇതൊന്നും കൂടാണ്ട് നമ്മളുടെ ഉള്ളിലൊരു ലോകമുണ്ട്, ഒരു ബ്രഹ്മാണ്ടമുണ്ട്. വികാരങ്ങൾ, വിചാരങ്ങൾ, അതൊക്കെ അടങ്ങി. ഇതിൻ്റെ ഒക്കെ നിലനിൽപ്പ് ആരാ?
ഇതിനൊക്കെ താങ്ങി നിർത്തുന്നത് ആരാ? ഇതിൻ്റെ ഒക്കെ ഭൃത് ആരാ? ലോകഭൃത്, ശരീരഭൃത്. ആരാ അതൊക്കെ താങ്ങി നിൽക്കുന്നത്? ഭഗവാൻ തന്നെ. അടിവേരാണ് ഭഗവാൻ. അടിവേര് ഉറപ്പിച്ചു നിൽക്കുന്നത് അവിടെ. മറന്നു ആ ശ്ലോകം? ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം. വേര് മുകളിലാണ്. മുകളിൽ നിന്നാണ് വരുന്നത് മുഴുവൻ. ഭഗവാനിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ നിലനിൽപ്പെല്ലാം ഭഗവാനാണ്. ആണ് ലോകാധിഷ്ഠാനം. ലോകത്തിനെ അധിഷ്ഠമാക്കിയിട്ടുള്ളത്. ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കാരണഭൂതനാണ് ഭഗവാൻ. മനസ്സിലായോ? അടുത്ത നാമം 195. അത്ഭുത. അത്ഭുത മീൻസ് അറിയാലോ അർത്ഥം എന്താണ്. ഒന്നുകൊണ്ടും അറിയാൻ സാധിക്കാത്തവൻ. എങ്ങനെ മെനക്കെട്ടാലും ഒരു പിടിയിട്ടില്ല. അത്ഭുതം തന്നെ കേട്ടോ അത്. എന്താ അത്ഭുതം വെച്ചാൽ എന്താ? വാട്ട് ഈസ് മിസ്റ്ററി, വാട്ട് ഈസ് വണ്ടർ? ദാറ്റ് വിച്ച് യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് by your physical body, mind and intellect, by your emotions and thoughts. അതുകൊണ്ട് നിങ്ങളുടെ വികാരം കൊണ്ടും വിചാരം കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഒന്നും പിടികിട്ടാത്തവൻ. ഇതല്ലാത്ത വല്ല എക്വിപ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിനുകൊണ്ട് പിടികിട്ടും. ഇത് വെച്ചിട്ട് നിങ്ങൾ നോക്കണ്ട. ഇതൊക്കെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പരിമിതമായിട്ടുള്ളതാണ്. ശരീരം പരിമിതമാണ്, മനസ്സ് പരിമിതമാണ്, ബുദ്ധി പരിമിതമാണ്, നിങ്ങളുടെ വിചാരങ്ങൾ പരിമിതമാണ്, നിങ്ങളുടെ വികാരങ്ങൾ പരിമിതമാണ്. യുവർ ഹെഡ് ഈസ് പരിമിതം, യുവർ ഹാർട്ട് ഈസ് പരിമിതം. ഇതൊന്നും വെച്ചിട്ട് അളക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾ ബിയോണ്ട് ദിസ്. ഒന്നും കൊണ്ടും അറിയാൻ സാധിക്കാത്തതാണ്. ഇത് പുതിയ പദമല്ല, പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള പദങ്ങളാണ്. അത്ഭുത, അപ്രമേയ, അഗ്രാഹ്യ. എന്താ അതിൻ്റെ അർത്ഥം? അത്ഭുതം എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ടില്ല ഇവർ പോയതൊരിക്കൽ. ഓർമ്മയില്ലേ? ആ കഥ ഓർമ്മയില്ലേ? അപ്രാപ്യ മനസാ സഹ യതോ വാചാ നിവർത്തന്തേ. അപ്രാപ്യ മനസാ സഹ. ഒരത്ഭുതം വന്നിട്ട് നമുക്കൊന്ന് കാണുക പോയിട്ട് എന്ന് പറഞ്ഞിട്ടല്ലേ ഇന്ദ്രിയങ്ങളും മനസ്സൊക്കെ കൂടി ചാടി പുറപ്പെട്ടത്. മാറ്റ്നി ഷോ കാണാൻ വേണ്ടി പോയത്. ഇപ്പം എന്താ ഒരു പിടി കിട്ടുന്നില്ല. എന്താ അത്ഭുതം എന്ന്? ആകെ അത്ഭുതം തന്നെ. മനസ്സിലാവണ്ടേ? അത്ഭുതം എന്താണെന്ന് മനസ്സിലാവണ്ടേ? എന്താ അത്ഭുതം? 4 മണിയാകുമ്പോഴേക്ക് എങ്ങനെയാ പുഷ്പം വിടരന്? ആരെങ്കിലും ഒരാൾ തൊടുമ്പോഴേക്കും അല്ല എങ്ങനെയാ വാടണ? എന്തതൊക്കെ? ഒരഴഞ്ഞ് നടക്കുന്ന ഒരു ജീവി ഇലയുടെ മുകളിലിരിക്കുമ്പോൾ അതിൻ്റെ നിറം പച്ച, മരത്തിൻ്റെ ബാർക്കിൻ്റെ മുകളിലേക്ക് തടിയുടെ മുകളിലേക്ക് പോയി അതിൻ്റെ നിറം ബ്രൗൺ, ഒരു പൂവിൻ്റെ മുകളിൽ കയറിയിരുന്ന അതിൻ്റെ നിറം ചുവപ്പ്. എന്തൊരു കെമിസ്ട്രി അതിൻ്റെ ഉള്ളിൽ! പറയൂ. അത്ഭുതമല്ലേ ഇത്? അതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? അതൊക്കെ ആൾക്കാർ പറയണ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. അവസാനത്തെ വാക്കാണതാ, ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ഇൻഹറൻറ്റ്. അതും പറഞ്ഞുതരാം. അറിയാത്ത വേറൊരു വാക്ക്, ഇൻഹറൻറ്റ്. അപ്പോൾ അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ ഒന്നുകൊണ്ടും അറിയാത്തവൻ. അപ്പോൾ അത്ഭുതം എന്നുള്ള വാക്ക് നമുക്ക് സുപരിചിതമായിട്ടുള്ള വാക്കാണ്. മുമ്പേ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഭഗവത്ഗീതയിലെ ശ്ലോകം ഉദ്ധരിച്ചിട്ട് 2-ാം അധ്യായത്തിൽ ഓർക്കുന്നുണ്ടാവും. ആശ്ചര്യവത് പശ്യതി കശ്ചിദേന ആശ്ചര്യവത്വദതി തഥൈവ ചാന്യാ ആശ്ചര്യവശ്ചൈനമന്യ ശൃണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത്. കാണുന്നവന് ആശ്ചര്യം, കേൾക്കുന്നവന് ആശ്ചര്യം, പറയുന്നവന് ആശ്ചര്യം, മനസ്സിലാക്കുന്നവന് ആശ്ചര്യം.
പരബ്രഹ്മത്തിനെ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, പരബ്രഹ്മത്തിനെ കുറിച്ച് കാര്യങ്ങൾ ഓരോന്ന് പറയുമ്പോൾ അത് പറയുന്നവന് അയ്യോ ആകെ അങ്ങനെ രോമാഞ്ചം വരും. എന്താ ചിലരൊക്കെ സപ്താഹം പറയുമ്പോൾ, ഭഗവാന്റെ വിഭൂതികൾ പറയുമ്പോൾ ഇരിക്കണോടത്തിരുന്ന് തിരുപ്പിറങ്ങിയിട്ടല്ലേ അവർ പറയാ. ആ ആവേശം വന്നിട്ട് കേൾക്കുന്നവരോ അയ്യോ അതിലേറെ. ആശ്ചര്യവത് പശ്യതി കശ്ചിതേന, അത് കാണുന്നവരോ ഭഗവാന്റെ വിഭൂതി കണ്ണു തുറന്നൊന്ന് കാണുമോ? ഈ 4 മണിപ്പൂവും ഈ തൊട്ടാവാടിയും ആ ഓന്തിനെയൊക്കെ ഒന്ന് കാണുമോ? ആശ്ചര്യവത് പശ്യതി കശ്ചിതേന ആശ്ചര്യവത് ത്വദതി തഥൈവ ചാന്യം. കാണുന്നവൻ, കേൾക്കുന്നവൻ, പറയുന്നവൻ. ആശ്ചര്യവൈശ്ചൈനം അന്യശൃണോതി, എല്ലാവർക്കും ആശ്ചര്യം തന്നെ. ശ്രുത്യാപേനം, കേൾക്കുന്നവനോ വേദന ചൈവ കശ്ചിത്. അതിമനോഹരമായിട്ടുള്ള തർജ്ജമയുണ്ട് അവിടെ ഭഗവാന്റെ തമ്പുരാൻ്റെ. ആശ്ചര്യമട്ടിവനെ കാണുമേകൻ ആശ്ചര്യമൊട്ടോതിടും മറ്റൊരുത്തൻ ആശ്ചര്യമട്ടന്യനോ കേട്ടിരിക്കും കേട്ടാലുമിങ്ങറിയിൽ ഒട്ടുമന്യൻ. ആശ്ചര്യമട്ടിവനെ കാണും, ഒരുത്തനെ കാണുന്നവനാണ്, അവൻ ആശ്ചര്യമാണ്. ആശ്ചര്യമട്ടോതിടും മറ്റൊരുത്തൻ ആശ്ചര്യവത് പശ്യതി കശ്ചിതേന ആശ്ചര്യവത് ത്വദതി തഥൈവ ചാന്യം. ആശ്ചര്യമട്ടോതിടും മറ്റൊരുത്തൻ ആശ്ചര്യവശ്ചൈനം അന്യശൃണോതി, ആശ്ചര്യമട്ടന്യനോ കേട്ടിരിക്കും. ശൃണോതി എന്നുള്ള വാക്ക് അവിടെ കേട്ടിട്ടുണ്ട്. ആശ്ചര്യവസ് ചൈനം അന്യശൃണോതി, ആശ്ചര്യമട്ടന്യനോ കേട്ടിരിക്കും. ആ ശൃണോതി എന്നുള്ള വാക്കിനാണ് കേട്ടിരിക്കും എന്ന് പറയുന്നത്. ശ്രുത്യാപേനം വേദ ന ചൈവ കിഞ്ചേത്, കേട്ടാലുമിങ്ങറിയിൽ ഒട്ടുമന്യൻ. വേറൊരാൾക്കാരുണ്ട് കേട്ടാലും മനസ്സിലാവില്ല. ആശ്ചര്യമാണെന്ന് ചിലവർക്ക് തോന്നും, പറയണവർക്ക് തോന്നും, കേൾക്കണവർക്ക് തോന്നും, കാണുന്നവർക്ക് തോന്നും. വേറെ ചിലവരോ കേട്ടാലും മനസ്സിലാവില്ല, കണ്ടാലും മനസ്സിലാവില്ല, കൊണ്ടാലും കിട്ടിയാലും മനസ്സിലാവില്ല. അങ്ങനെ ഒരു ജന്മം. മഹിമ, ഭഗവാന്റെ മഹിമ ആർക്ക് വർണ്ണിക്കാൻ പറ്റുന്നേ? ഭഗവാന്റെ മഹിമ വർണ്ണിച്ച ആൾക്കാരാരാ? വ്യാസനെ പറ്റിയിട്ടുണ്ടോ? വ്യാസന് ഭഗവാന്റെ മഹിമ വർണ്ണിക്കാൻ പറ്റിയിട്ടുണ്ടോ മുഴുവൻ? എവിടെ പറ്റി? ഭാഗവതത്തിലാണ് അറ്റംപ്റ്റ് ചെയ്തത്. ഇത് പറ്റിയോ? പറ്റില്ലല്ലോ. പട്ടരിപ്പാട് സാക്ഷിയായിരുന്നു. ഭഗവാനെ, ഞാൻ ഈ ഭാഗവതത്തിൽ പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു. എന്തൊക്കെയാ ഞാൻ വിളിച്ചു പറഞ്ഞ അറിവില്ലാണ്ടോ? അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധാ സ്തോതസഹസ്രോത്തരം അധികതരം ത്വൽപ്രസാദായ ഭൂയാത്. അങ്ങയുടെ പ്രസാദം കൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, എന്തൊക്കെയോ പേരുകൾ പറഞ്ഞു. രാമ, കൃഷ്ണ, ഗോവിന്ദ, ഗുരുവ, എന്തൊക്കെയോ പേര് വിളിച്ചു ഞാൻ. എന്തൊക്കെയോ വീരഗാഥകൾ പറഞ്ഞു ഞാൻ ഭഗവാനെ കുറിച്ച്. ഇതൊന്നും ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കാണ്ട് കേട്ടോ. ഇതൊക്കെ വെറും ഒരു മിന്നാമിനുങ്ങല്ലേ ഭഗവാന് ഞാൻ ഈ പറഞ്ഞതൊക്കെ. ഭഗവാന്റെ മഹിമ എനിക്ക് ജ്ഞാനമില്ലാത്തത് കൊണ്ടല്ലേ, ആ മഹിമയെക്കുറിച്ച് ഞാൻ അജ്ഞാനായതുകൊണ്ടല്ലേ. അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധാം സ്തോത്രം ചൈതത് സഹസ്രോത്തരം അധികതരം ത്വൽ പ്രസാദായ ഭൂയാത്. ഈ പറഞ്ഞത് അങ്ങയുടെ പ്രസാദം കൊണ്ട് തന്നെയാണ്, ഒരു സംശയമില്ല. 1000 നാമങ്ങൾ ഞാൻ പറഞ്ഞു, 1000 കഥകൾ ഞാൻ പറഞ്ഞു, 1000 ശ്ലോകങ്ങൾ ഞാൻ കാഴ്ചവെച്ചു. ഇതൊക്കെ ഭഗവാനെ പറ്റിയിട്ടുള്ള വിഭൂതി, ഭഗവാന്റെ വിഭൂതി വർണ്ണിച്ചതാ. പക്ഷെ അതൊന്നും ഭഗവാന് യേശില്ലല്ലോ, ഭഗവാന്റെ അടുത്തു കൂടെ പോയില്ലല്ലോ അത്. അപ്പം ഇതാണ് ഭഗവാൻ എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാണോ? കേൾക്കുന്നവർക്ക് എന്ത് തോന്നും? വലിയൊരു ആനയെ പിടിച്ചിട്ട് ഇത് വെറൊരു കയറാന്ന് പറഞ്ഞാലോ, തുമ്പി കൈ പിടിച്ച് നോക്കിയിട്ട് എന്ത് പൊട്ടനാ ഞാൻ, എൻ്റെ അറിവൊക്കെ എവിടെ പോയി, ഞാൻ അങ്ങനെ ചെയ്യാമായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞത്. ത്വൽ പ്രസാദായ ഭൂയാത്. അപ്പോൾ ഭഗവാന്റെ മഹിമ നമുക്ക് എത്ര പറഞ്ഞാലും ഒതുങ്ങില്ല. മനസ്സിലാക്കാനും പറ്റില്ല, നമുക്കത് പറയാനും പറ്റില്ല, മുഴുമിക്കാനും പറ്റില്ല.
ആകപ്പാട് എന്താ ചെയ്യാൻ പറ്റുക? ആസ്വദിക്കുക. ഇപ്പോൾ ഭഗവാന്റെ വിഭൂതിയെക്കുറിച്ച് പറയാനും പോണ്ട, കേൾക്കാനും പോണ്ട, ഒന്നിനും പോണ്ട. ആസ്വദിക്കുക, ഇരുന്ന് ആസ്വദിക്കുക. പറഞ്ഞു എന്ന് ആരോടും പറയണ്ട, കേട്ടു എന്ന് ആരോടും പറയണ്ട. ആസ്വദിക്കുന്നു എന്ന് ആരും അറിയണ്ട. ബസ് ഇത്ര എളുപ്പമുണ്ട കാര്യമല്ലേ? ആൾക്കാരെ അറിയേണ്ട ചെയ്യേണ്ട കാര്യം നമുക്ക് വളരെ ഇഷ്ടമല്ലേ? ആരും അറിയേണ്ട ചില കാര്യങ്ങൾ ചെയ്യാൻ വളരെ താല്പര്യന്മാരാണ് നമ്മൾ. പിന്നെ എന്താ പ്രശ്നം? പറഞ്ഞത് ആരോടും പറയണ്ട, കേട്ടത് ആരോടും പറയണ്ട, അനുഭവിക്കുന്നത് ആരോടും പറയണ്ട. അപ്പന സ്വന്തം നോക്കിക്കൊള്ളുക. അതാണ് അത്ഭുത എന്നുള്ള വാക്ക്. കഴിഞ്ഞില്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ അവിടെ നിർത്താം. മാത്രമല്ല, ഈ ശ്ലോകവും ഇന്നത്തെ ഈ 10 നാമങ്ങളോട് കൂടിയിട്ടുള്ള ഈ ശ്ലോകവും കഴിഞ്ഞു. അടുത്ത ശ്ലോകത്തിലുള്ള നാമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതും മിക്കവാറും ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയതൊക്കെ നമ്മൾ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിങ്ങനെ വേഗം ഒരു ഫാസ്റ്റ് പാസഞ്ചറായിട്ട് നമുക്കിങ്ങനെ പോവാം. പക്ഷെ അതേ സമയത്ത് വേണ്ട സമയത്ത് ഞാൻ നിർത്തി ആവശ്യത്തിനുള്ള ഉദാഹരണങ്ങളും ആവശ്യത്തിനുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഞാൻ തന്നിട്ടേ പോവുള്ളൂ. അല്ലാണ്ടത് ഗ്രന്ഥം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഓട്ടപ്രദർശനം നടത്തില്ല. അതേവരെ ഉണ്ടായിട്ടില്ല. ഇനി ഭഗവാൻ അങ്ങനെ തോന്നിക്കാണ്ടിരിക്കട്ടെ, അല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ. നാരായണ.